പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഇലുസ്ട്രേഷനാണ് പ്രസൻറ്റ് ചെയ്തത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഇലുസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇലുസ്ട്രേഷൻ തുടങ്ങാം. Samir and Yasmin are partners with capitals of rupees 15 lakh and rupees 10 lakh respectively. രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്, സെമീർ ആൻഡ് യാസ്മിൻ. സെമീറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ആണ് 15 lakhs ആൻഡ് യാസ്മിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ആണ് 10 lakhs. They agree to share profits in the ratio of 3:2. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. Show how the following transactions will be recorded in the capital accounts of partners in case the capitals are fixed and the capitals are fluctuating. The books are closed on March 31 every year. നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാനാണ്. രണ്ട് മെത്തേഡിലും പ്രത്യേകം അക്കൗണ്ടുകൾ തയ്യാറാക്കണം. എല്ലാ വർഷവും മാർച്ച് 31 ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ ജൂലൈ 1, 2014. 2014 ജൂലൈ 1 3 ലക്ഷം രൂപ സെമീർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ യാസ്മിനും അഡീഷണൽ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്. രണ്ട് പാർട്ട്നേഴ്സിനും 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ 2014-15. 2014-15 ഫിനാൻഷ്യൽ ഇയർ. 2014 ഏപ്രിൽ 1 മുതൽ 2015 മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവർ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 30,000 സെമീറും 20,000 യാസ്മിനും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്. 1800 രൂപയാണ് സെമീറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. യാസ്മിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1200. സെമീറിന് സാലറി ആയിട്ട് 20,000 രൂപ കൊടുക്കണം. പാർട്ട്നേഴ്സിന് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യണം. സെമീറിന് കൊടുക്കേണ്ട കമ്മീഷൻ 10,000 ഒരു വർഷത്തിൽ. യാസ്മിന് കൊടുക്കേണ്ടത് 7,000 രൂപയാണ് കമ്മീഷൻ. ദെൻ ഷെയർ ഓഫ് ലോസ് ഫോർ ദ ഇയർ 2014-15. ഈ വർഷം അവർക്ക് പ്രോഫിറ്റ് അല്ല, പകരം അവർക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യം വന്നിട്ടുള്ള ലോസ് 1 ലക്ഷമാണ്. ആ 1 ലക്ഷം രൂപയിൽ 60,000 രൂപ ലോസ് സെമീറിന്റെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 40,000 രൂപ ലോസ് യാസ്മിന്റെ അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യണം. അത് അവർ ഷെയർ ചെയ്തത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. രണ്ട് മെത്തേഡിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. ആദ്യം ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ രണ്ട് പാർട്ട്നേഴ്സിനും പ്രത്യേകം എമൗണ്ട് കോളങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളങ്ങളുണ്ട്. ഫസ്റ്റ് എമൗണ്ട് കോളം സെമീർ, സെക്കൻഡ് എമൗണ്ട് കോളം യാസ്മിൻ. ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങളുണ്ട്. സെമീറിന് ഒരു എമൗണ്ട് കോളം വരുന്നുണ്ട്, യാസ്മിനും എമൗണ്ട് കോളം വരുന്നുണ്ട്. ഹെഡിങ് എഴുതിയിട്ടുള്ളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലുമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് 15 lakh ആൻഡ് 10 lakh റെസ്പെക്റ്റീവ്ലി. സെമീറിന്റെ അക്കൗണ്ടിൽ 15 ലക്ഷവും യാസ്മിന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയും ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അത് 1 April 2014 ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്. ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 lakh, യാസ്മിന്റെ കോളത്തിൽ 10 lakh. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുള്ളത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ 1 July 2014. ജൂലൈ 1 ഈ രണ്ട് പാർട്ട്നേഴ്സും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. അതും പോസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഡേറ്റ് എഴുതേണ്ടത് July 1. ക്യാഷ് സെമീർ കോൺട്രിബ്യൂട്ട് ചെയ്തത് 3 ലക്ഷം, യാസ്മിൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 ലക്ഷം. ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും നമ്മൾ രേഖപ്പെടുത്തി. ഈ പ്രോബ്ലത്തിൽ
ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ വരുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ടുകൾ വരുന്നത്. 18 ലക്ഷം. 18 ലക്ഷമാണ് സമീറിൻ്റെ ടോട്ടൽ വരുന്നത്. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. യാസ്മിൻ്റെ ടോട്ടൽ 12 ലക്ഷം ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ സമീറിൻ്റെ ബാലൻസ് 18 ലക്ഷം, യാസ്മിൻ്റെ ബാലൻസ് 12 ലക്ഷം. ഇതാണ് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ക്ലോസിംഗ് ബാലൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ടും നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത പോലെ തന്നെ രണ്ട് എമൗണ്ടുകളും പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാത്ത എല്ലാ എൻട്രികളും നമ്മൾ എടുക്കേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പം ഇനി നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പാർട്ട്നേഴ്സിനും ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ജൂലൈ 1-ാം തീയതി അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സമീർ 3 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു, യാസ്മിൻ 2 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനും നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫിനാൻഷ്യൽ ഇയർ ഞാൻ നേരത്തെ പറഞ്ഞു 1/4/2014 മുതൽ 31/3/2015 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ആദ്യം സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5% ഓൺ 15 lakh ഫോർ 1 year. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 ലക്ഷം രൂപയാണ്. അതിന് 5% ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ഒരു വർഷത്തേക്കാണ്. 75,000 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ 5% ഓൺ 3 lakh ഫോർ 9 months എന്ന് പറഞ്ഞാൽ ജൂലൈ 1-ാം തീയതിയാണ് 3 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ 2014 ജൂലൈ 1 മുതൽ 2015 മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് 9 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് 3 ലക്ഷത്തിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 lakh ഇൻറ്റു 5/100 ഇൻറ്റു 9/12 അത് വരുന്നതാണ് 11,250. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് സമീറിന് കൊടുക്കേണ്ടത് 86,250. ദെൻ യാസ്മിൻ്റെ നോക്കാം. യാസ്മിന് 5% ഓൺ 10 lakh ഫോർ 1 year. ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 ലക്ഷമാണ്. അതിന് 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50,000 വരും. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 ലക്ഷമാണ് ജൂലൈ 1-ാം തീയതി. അപ്പോൾ അതിന് 9 മാസത്തെ ഇൻട്രസ്റ്റ് വരും. 2 ലക്ഷം ഇൻറ്റു 5/100 ഇൻറ്റു 9/12 7,500. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ യാസ്മിൻ്റെ വരുന്നത് 57,500. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 86,250 ആണ് സമീറിൻ്റെ എമൗണ്ട്, 57,500 ആണ് യാസ്മിൻ്റെ എമൗണ്ട്. ഇനി വരുന്നത് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ 14-15. 2014-15 ഫിനാൻഷ്യൽ ഇയറിൽ സമീർ വിഡ്രോ ചെയ്തത് 30,000 രൂപയാണ്, യാസ്മിൻ വിഡ്രോ ചെയ്തത് 20,000 ആണ്. ഇത് രണ്ടും കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് സമീർ 30,000, യാസ്മിൻ 20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് അടുത്തത് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിന് ഒരു ഇൻകാണ്. ജലണ്ടി വരുന്നത് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 1,800-ഉം 1,200-ഉം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800-ഉം 1,200-ഉം. ഇനി സാലറി പറഞ്ഞിട്ടുണ്ട്. സാലറി സമീറിന് മാത്രമാണ് കൊടുക്കാനുള്ളത്. സാലറി സമീറിന്റെ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. യാസ്മിന് സാലറി കൊടുക്കാനില്ല, ക്രെഡിറ്റ് ചെയ്യണം. സാലറി സമീറിന്റെ കോളത്തിൽ മാത്രം 20,000. കമ്മീഷൻ രണ്ടുപേർക്കും പ്രൊവൈഡ് ചെയ്യണം. കമ്മീഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ജലന്റ് വരുന്നത് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് അതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. കമ്മീഷൻ 10,000, 7,000. ഇനി പറയുന്നത് ഷെയർ ഓഫ് ലോസ് ഫോർ ദ ഇയർ 2014-15. ലോസ് ആണ്, കറണ്ട് അക്കൗണ്ടിൽ നിന്ന് കുറക്കണം. അപ്പോൾ ഷെയർ ഓഫ് ലോസ് കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 60,000 സമീറിന്റെ കോളത്തിലും 40,000 യാസ്മിന്റെ കോളത്തിലുമാണ് എഴുതേണ്ടത്. ഇനി കറണ്ട് അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യണം. സമീറിന്റെ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. ടോട്ടൽ എമൗണ്ട് എഴുതി 1,16,250. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി.
യാസ്മിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്, 64,500 ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ സെമീറിൻ്റെ ബാലൻസ് 24,450, യാസ്മിൻ്റെ ബാലൻസ് 3,300. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓരോ പാർട്ട്നേഴ്സിനും ഓരോ അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കാനുള്ളത്, ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 lakh ആണ് സെമീറിൻ്റെ ബാലൻസ്, 10 lakh ആണ് യാസ്മിൻ്റെ ബാലൻസ്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ജൂലൈ 1-നാണ്, 1/7/2014 ക്യാഷ് 3 ലക്ഷം സെമീറിൻ്റെ കോളത്തിൽ എഴുതണം, 2 ലക്ഷം യാസ്മിൻ്റെ കോളത്തിൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 86,250 രൂപ സെമീറിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് 57,500. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 86,250 57,500. ഇനി വരുന്നത് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ 2014-15 ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടാണ്. സെമീറിൻ്റെ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം 30,000, യാസ്മിൻ്റെ ഡ്രോയിങ്സ് 20,000 ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്യണം. 1,800 ആണ് സെമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്, യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200. നെക്സ്റ്റ് സാലറി ആണ്. സാലറി ഒരു എക്സ്പെൻസ് ആണ്. ജനറലി വരുന്നത് സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സാലറി കൊടുക്കേണ്ടത് സെമീറിന് മാത്രമാണ്, സെമീറിൻ്റെ അക്കൗണ്ടിൽ മാത്രം ക്രെഡിറ്റ് ചെയ്താൽ മതി. ദെൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞതാണ്, 2 പാർട്ട്നേഴ്സിനും കൊടുക്കാനുള്ളതാണ്, 2 പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ 10,000 7,000. ഈ ഷെയർ ഓഫ് ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറക്കേണ്ട റേറ്റാണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലോസ് ആണ് 60,000 40,000. അപ്പോൾ എല്ലാ ജേർണൽ എൻട്രികളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. സെമീറിൻ്റെ ടോട്ടൽ വരുന്നത് 19,16,250 ഡെബിറ്റ് സൈഡിൽ എഴുതി. യാസ്മിൻ്റെ ടോട്ടൽ വരുന്നത് 12,64,500, അതും ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ സെമീറിൻ്റെ ബാലൻസ് വരുന്നത് 18,24,450, യാസ്മിൻ്റെ ബാലൻസ് 12,03,300. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടത്. ഇനി 2 മെത്തേഡിലും കിട്ടിയിട്ടുള്ള ബാലൻസുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, 18 ലക്ഷവും 12 ലക്ഷവും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ട് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള ബാലൻസുകളാണ് 24,450 3,300. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള ബാലൻസ് ആണ് 18,24,450 12,03,300. ഈ എമൗണ്ടുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം സെമീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വരുന്നത് 18 ലക്ഷം, സെമീറിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് വരുന്നത് 24,450. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എഴുതി, കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് എഴുതി. ടോട്ടൽ വരുന്നത് 18,24,450 ആണ് 2 അക്കൗണ്ടിൻ്റെ കൂടി ടോട്ടൽ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. സെമീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ വരുന്നത് 18,24,450 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2 അക്കൗണ്ടുകളുടെ ടോട്ടലാണ് ഒരു അക്കൗണ്ടിൽ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ യാസ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് വരുന്നത് 12 ലക്ഷം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ യാസ്മിൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് വരുന്നത് 3,300. യാസ്മിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ ബാലൻസ് നോക്കുക, 12,03,300. 12,03,300 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 അക്കൗണ്ടുകളിലായിട്ട് എഴുതിയ ട്രാൻസാക്ഷൻസ്, 2 അക്കൗണ്ടിലും ബാലൻസ് കിട്ടിയത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ടോട്ടൽ വരുന്നത് 12,03,300. എല്ലാ ട്രാൻസാക്ഷനുകളും നമ്മൾ ഒറ്റ അക്കൗണ്ടിൽ എഴുതുന്ന മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോഴും കിട്ടുന്നത് 12,03,300. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ കൃത്യമായി ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് സാധാരണ ഫോളോ ചെയ്യാറുള്ളത്. കൃത്യമായി
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ അപ്പോൾ മാത്രം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഈ ഇലുസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ടോപ്പിക്കുമായി കാണാം.